ഇത്രയും കഠിനമായി നീ ചെയ്യണ്ടായിരുന്നു. നിന്റെ ഉമ്മ അല്ലടാ ഞാൻ മിണ്ടായിരിക്കും പറഞ്ഞു. അങ്ങനെ പറയാതെ ഉമ്മ വയസ്സായില്ലേ, ചലഞ്ചാവുന്ന ഉമ്മായി മോനൊന്നുമില്ല. നമ്മളെ ഇച്ചിരി സീനാണ്. എന്നാൽ മുടിയാതെ തമ്പി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബീബി വ്ളോഗ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ലെറ്റർ ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ലെറ്റർ ചലഞ്ചിൽ തെറ്റ് പറയുമ്പോൾ നമ്മൾ പൗഡറിൽ തല മുക്കിയെടുക്കും. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്താണ് പറയാനുള്ളത് ലെറ്റർ ചലഞ്ചിനെ കുറിച്ച്? നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. സംസാരിച്ചിട്ടുണ്ടെന്നിന്റെ കാര്യമില്ല. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫാമിലിയിലോട്ട് വരിക, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. നമുക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എന്റെ ഫസ്റ്റ് ലെറ്റർ ഉമ്മ ജായ ആണ്. ഉമ്മ ജായിലാണ് ഉത്തരം പറയേണ്ടത്. പേര് ജാനകി. സ്ഥലം 3 സെക്കൻഡേ ഉള്ളൂ. എന്ത് ഫുഡാണ് കഴിച്ച? 1 2 3. ഒരു പാട്ട് പാടിയാണ്. ജാനകി ജാനേ ജാനേ ജാനകി ജാനേ. ഉമ്മാരെ പേരെന്തിരി? 1 2. ജിത്തു. ജിത്തു ഉമ്മാരെ പേര്. ജിത്തു എങ്ങനെയാ ഉമ്മാരെ പേര്? സ്ത്രീയുടെ പേരാണ് പറയാനുള്ളത്. ജിത്തു. പറയാം. ഫേക്കാണ്, കള്ളത്തരമാണ് ഇതൊക്കെ. ഇന്നലെ എവിടെ പോയത്? ജാർഖണ്ഡില്. ജാർഖണ്ഡിൽ എന്തിനു പോയാ? 1 2 3. രാവിലെ എണീക്കുമ്പോ എന്ത് ചെയ്യും? ജിമ്മിൽ പോവും. ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യും? ജിമ്മിൽ പോയിട്ട് വർക്ക് ചെയ്യും. വർക്ക എന്നെ പൗഡറിൽ മുക്കി വെച്ചേക്കുന്നത് സകത്താ പോണ്ടോ വേണ്ട, എന്നെ മുക്കി വെക്കുന്നു. ഇത് വ്ളോഗല്ലേ, ഇത് ചലഞ്ച് അല്ലേ. ഇങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ ശരി ഉത്തരം പറയണം. ഉത്തരം പറ. അടുത്ത ഉമ്മ എന്റെ അടുത്ത് ചോദിച്ചോ? ഉമ്മ എന്റെ അടുത്ത് ചോദിച്ചോ? എന്റെ ലെറ്റർ പായാണ്. അപ്പൊ പായലുള്ള ഒരു സ്ഥലം പറ. പാലക്കാട്. പായലുള്ള ഒരു സാധനം പറ. പാല്. ഒരു മൃഗം പറ. പശു. എന്നാൽ മുടിയാതെ തമ്പി. ഒരു ഫ്രൂട്ട് പറ. ഇവൻ കണ്ണാടി വെച്ചിട്ടുണ്ട്, ഇവന്റെ ഇവിടെ എങ്ങും ആവൂല. കണ്ണാടി മാറ്റ. ഒരു വെജിറ്റബിൾ പറ. പേരയ്ക്ക. വെജിറ്റബിൾ. ഇന്നലെ എവിടെ പോയിരുന്നു? പാലക്കാട്. അവിടെ എന്തിനു പോയത്? പശുവിനെ കണ്ട. എന്ത് പശുവിനെ കെട്ടാൻ പാലക്കാട്? അവിടെ നിന്ന് എപ്പോ ഇങ്ങോട്ട് വന്നു? പുലർച്ചെ. എവിടെ പോകുന്നു? പഞ്ചാബി ഹൗസിൽ. അവിടെ എന്തിനു പോകുന്നു? പഞ്ചാബിയെ കാണാൻ. നിങ്ങളെ തോറ്റ? ഞാൻ ജയിച്ചു, സമ്മതിക്ക്. ജയിച്ചു. ഇനി കണ്ണാടി വെക്കാമേ ഗൈസ്. അപ്പൊ നമ്മള് എന്നെ ഒരു കണ്ണ് കണ്ടുകൂടാ. പ്രശ്നമായി കേട്ടാ. പൗഡർ ഒരു കണ്ണിരിക്കണ. എനിക്ക് ശ്വാസം മുട്ടുന്നു ഗൈസ്.
ഇത് നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് പൗഡർ എന്റെ മുഖത്തടിച്ച് എനിക്ക് ചെറിയ ശ്വാസം മുട്ടുണ്ട്. പൊടിയെല്ലാം മുഖിനകത്ത് ഏറിപ്പോയി. ഇത്രയും കഠിനമായി നീ ചെയ്യണ്ടായിരുന്നു. നിന്റെ ഉമ്മ അല്ലടാ ഞാൻ. ചലഞ്ച് ആവുമ്പോ ഉമ്മായി മോനൊന്നുമില്ല, നമ്മളെ ഇച്ചിരി സീനാണ്. ചലഞ്ച് ആവുമ്പോ പ്രശ്നമാവും. ഇതില് ഞാൻ ജയിച്ചേട്ടാ. ഇതില് ഞാൻ കുറെ ആൻസർ ശരിയായിട്ട് പറയും. ഉമ്മക്കൊന്നും അറിയാം. ഉമ്മ എനിക്കൊരു കോമ്പറ്റീറ്റർ അല്ല സത്യം പറഞ്ഞ, അതാണ് പ്രശ്നം. നാളെ മുതൽ ഞാൻ വീഡിയോ പറയുന്നത് ചലഞ്ചില് ഞാൻ എന്നെ നിരുത്സാഹപ്പെടുത്തണം. അതുകൊണ്ട് നാളെ ഞാൻ വരില്ല. ചലഞ്ചില് എന്നെ കോമ്പറ്റീറ്റർ അല്ല ഉമ്മ. ഉമ്മ വയസ്സായില്ലേ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ കമന്റുകൾ നമ്മളെടുത്ത് അറിയിക്കുക. എന്നാ നിങ്ങൾ പറഞ്ഞു, ഞാൻ മിണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയാതെ കണക്കല്ലേ ഉമ്മ പറ. ഇത് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് നാളെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അവൻ പറഞ്ഞോണ്ട് ഞാനും കൂടെ പറഞ്ഞോ കുഴപ്പമില്ല. പറ വേണ്ട പറയണ്ടേ. പറയാനിട്ടുണ്ടോന്നിരിക്കും. ഞാൻ ആദ്യമേ ഫസ്റ്റിലെ പറഞ്ഞല്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമന്റുകൾ നമ്മളെ അറിയിക്കുക. അപ്പം ഇതിൽ ആരാണ് ജയിച്ചത്, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് നല്ലതുപോലെ കളിച്ചതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ തന്നെയാണ് എന്റെ പേരൊന്നും കമന്റ് ചെയ്തത്. ഇന്നലെ വേറൊന്നും കമന്റ് ഇടല്ലേ. അമ്മ ഇത് നോക്ക്. അതിനെ കൂടെ എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇതിപ്പോ നമ്മളാരും പറഞ്ഞ നമ്മൾ ചാലഞ്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിന്റെ ഇടയിൽ നോക്കിയപ്പോ ഈ വീഡിയോ പൂച്ച തൂക്കിയാണ്ടോ. പൂച്ച തൂക്കി ഈ വീഡിയോയില് കമന്റ് ബോക്സിൽ എല്ലാവരും പൂച്ചയ്ക്ക് ലൈക്ക് കൊടുക്കണം കേട്ടാ. പൂച്ച ആരും അറിയാതെ വീഡിയോയില് ഫ്രെയിമിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ പൂച്ച തൂക്കി. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്.